ബോബി ചെമ്മണ്ണൂർ യഥാർത്ഥത്തിൽ കുന്തി ദേവി പരാമർശം നടത്തിയത് ഹണി റോസിനെ തന്നെയാണോ അതോ ഷഫഖ് നാസ് എന്ന് പറയുന്ന ഈ അഭിനേത്രിയെയാണോ? ചില ആൾക്കാർ ഉന്നയിക്കുന്ന വാദമാണ്. ഇവരാണ് മഹാഭാരതം സീരിയലിൽ കുന്തി ദേവിയുടെ റോൾ പ്ലേ ചെയ്തത്. സ്റ്റാർ പ്ലസ് ിലാണ് ഈ മഹാഭാരതം എയർ ചെയ്തത്. അത് ഷഫാഖ് നാസിനെ ഉദ്ദേശിച്ചാണ് എന്നൊരു ആംഗിൾ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഹണി റോസിന്റെ സിനിമ നാളെയാണ് റിലീസ് ചെയ്യുന്നത്. ഹണി റോസിന്റെ സിനിമ ഏറെക്കാലമായി ട്രെയിലറുകൾ വന്ന ഒരു സിനിമ ഹണി റോസിനുണ്ട്. റേച്ചൽ എന്നാണ് ആ മൂവിയുടെ പേര്. ജനുവരി 10 നാളെ അവരിത് റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് റിലീസ് ചെയ്യുന്നതുകൊണ്ടുള്ള വിവാദങ്ങളാണോ ഇത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഏത് വകുപ്പ് പ്രകാരമാണ് ബോച്ചയെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം പല കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായി ആരെയും വ്യംഗ്യാർത്ഥത്തിൽ കളിയാക്കാതെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ചോദ്യം, നിയമപരമായ ചോദ്യത്തിന് ആദ്യ ഉത്തരം BNS സെക്ഷൻ 75 പ്രകാരമാണ് ഇത് റേസ് ചെയ്തിരിക്കുന്നത്. 75 എന്ന് പറയുന്നത് സെക്ഷുവൽ ഹരാസ്മെന്റ് ആണ്. നമ്മളെല്ലാം അറിഞ്ഞിരിക്കുകയും പഠിച്ചിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഇത്തരം തെറ്റുകളോ അബദ്ധങ്ങളോ കുറ്റങ്ങളോ ഒന്നും പറ്റരുത്. BNS സെക്ഷൻ 75 ആണ് സെക്ഷുവൽ ഹരാസ്മെന്റിനെ നിർവചിക്കുന്നത്. അതിന്റെ 4ാം ഉപവകുപ്പ് മേക്കിംഗ് സെക്ഷുവലി കളേർഡ് റിമാർക്സ്, ലൈംഗിക ചുവയുള്ള റിമാർക്കുകൾ, ശരീരഭാഗത്തെ പരാമർശിക്കുന്നതും ലൈംഗിക ചുവയുള്ള കാര്യങ്ങളും പറയുന്നതും ഒക്കെ പറയുന്നത് 75(4) ആണ് യഥാർത്ഥത്തിൽ ഈ വകുപ്പ്. ആ 75(4)ന് വ്യത്യസ്ത ഇതുകൊണ്ട് 3 വർഷം വരെ തടവിനിടാം, ഫൈൻ അടിക്കാം, ഇംപ്രിസൺമെന്റും ഫൈനും ഒക്കെ അടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഗ്രാവിറ്റി പോലെയാണ് തീരുമാനിക്കുന്നത്. 2, റേച്ചൽ എന്ന സിനിമ നാളെ ഇറങ്ങുകയാണ്. ആ റേച്ചൽ എന്ന സിനിമയുടെ ഒരു പബ്ലിസിറ്റി മെറ്റീരിയലും അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയാണോ ഇത് എന്നൊരു വിവാദം ചില ആൾക്കാരെങ്കിലും ഉയർത്തുന്നുണ്ട്. റേച്ചലിന്റെ മാസങ്ങൾക്ക് മുമ്പ് വന്ന പോസ്റ്ററും മറ്റുമാണ്, മാസങ്ങൾക്ക് മുമ്പ് വന്ന ട്രെയിലറും ടീസറുമാണ്. ഡിസംബറിൽ തന്നെ ഇത് അനൗൺസ് ചെയ്തിരുന്നു. ഈ വിവാദമോ ഈ പരാതി കൊടുക്കുന്നതോ ഇതിനോട് ടൈം ചെയ്തതാണോ, വിവാദം ഉണ്ടാക്കാനാണോ എനിക്കറിയില്ല. അങ്ങനെ തൽക്കാലം തോന്നുന്നുമില്ല. പക്ഷേ ഈ വിവാദങ്ങൾ എന്തായാലും നെഗറ്റീവായി സിനിമയെ ബാധിക്കരുത്. സിനിമ ഹണി റോസിന്റെ ഒരുപാട് പേരുടെ ജീവിതമാണ്, അവരുടെ പ്രയത്നങ്ങളാണ്. അബ്രിഡ് ഷൈൻ, രാഹുൽ മണപ്പാട്ട് അടക്കമുള്ള ഒരുപാട് പേരാണ് ഇതിന്റെ പിന്നിലെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമയെ ബോച്ചയെ ഇഷ്ടപ്പെടുന്നവർ ചെന്ന് ഡീഗ്രേഡ് ചെയ്യുകയോ മോശം പറയുകയോ ഒന്നും ചെയ്യുന്ന പ്രവണത ശരിയല്ല. ഹണി റോസിന്റെ നിലപാടിനോട് എതിർപ്പുണ്ട്. ഹണി റോസ് എന്ന കലാകാരിയോടല്ല, ഹണി റോസ് എന്ന വ്യക്തി എടുത്ത നിലപാടിനോടാണ് എതിർപ്പ്. ആ ബഹുമാനത്തോടെ നമ്മളെ കാണണം. സിനിമയെ ഡീഗ്രേഡിങ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. അത് ഒരു കാരണവശാലും ശരിയല്ല. 3, ഷഫാഖ് നാസ് എന്ന് പറയുന്ന ഒരുപക്ഷെ ഹണി റോസിനോട് രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെയാണ് ഇദ്ദേഹം പരാമർശിച്ചതെന്ന് പറയുന്നു. ശരിയാണോ എന്നറിയില്ല. എനിക്ക് കേട്ടപ്പോൾ ആദ്യം കുന്തി ദേവി എന്നുള്ളത് ദ്വയാർത്ഥ പ്രയോഗം മൂലം പറഞ്ഞതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇനിയും ലീഗൽ ഡിഫൻസായി, അതായത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വാക്കുകൾ കുന്തി ദേവിയായിട്ട് ഒരു സ്ത്രീ അഭിനയിച്ചു, അവരെ കണ്ടപ്പോൾ മനസ്സിലായി എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കുന്തി എന്ന വാക്ക് വീണ്ടും വീണ്ടും പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൊരു രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ മെറിറ്റ് എന്താണെന്ന് ഇന്ന് കോടതി പരിശോധിക്കും. പക്ഷേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പൊതുസമൂഹം ഒരു കാര്യം ചെയ്യണം, നമുക്ക് നിലപാടെടുക്കണം. എനിക്ക് യാതൊരു സംശയവുമില്ല. അതായത് ഒരർത്ഥത്തിൽ ഇന്നലെ വരെ പല രീതിയിൽ നിന്നിരുന്ന ആൾക്കാരെല്ലാം ഒന്നെങ്കിൽ ഫോർ ബോച്ചെ അല്ലെങ്കിൽ ഫോർ ഹണി റോസ്, ഒന്നെങ്കിൽ ഹണി റോസിന് അനുകൂലം അല്ലെങ്കിൽ ബോച്ചയ്ക്ക് അനുകൂലം അല്ലെങ്കിൽ ഹണി റോസിനെതിരെ ബോച്ചയ്ക്കെതിരെ എന്ന രീതിയിൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആരെ പരാമർശിക്കുമ്പോഴും നമ്മൾ ഈ സർക്കാസം ഒക്കെ കുറച്ചാകാം, വ്യംഗ്യം കുറച്ചാകാം, പക്ഷേ ലൈംഗിക ചുവയുള്ളതോ അധിക്ഷേപിക്കുന്നതോ അപമാനിക്കുന്നതോ ആയ കാര്യം പറയരുത്. ഹണി റോസിനെ വിമർശിക്കുമ്പോഴും നമ്മൾ ബഹുമാനത്തോടെ വിമർശിക്കണം. ബോച്ചയെ വിമർശിക്കുന്നവർ ബഹുമാനത്തോടെ വിമർശിക്കണം. റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ്, ബഹുമാനത്തോടെയുള്ള വിമർശനം, അതിന്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. ഇന്ന് ബോച്ചയ്ക്ക് കോടതിയിലാണ്, ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനം വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ബഹുമാനത്തോടെ വിമർശിക്കുക എന്ന പാഠം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം.